സുഹൃത്തുക്കളെ നമസ്കാരം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സംസ്ഥാന സർക്കാർ എല്ലാ വർഷവും 8ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും കുട്ടികൾക്ക് വേണ്ടിയിട്ട് NMMS, NTS എന്ന പേരിൽ സ്കോളർഷിപ്പ് പരീക്ഷകൾ നടത്താറുണ്ട്. നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ നിന്നും നമ്മുടെ സ്കൂളിൽ നിന്നൊക്കെ ഏതാനും കുട്ടികൾ എഴുതാറുണ്ട്. എഴുതിയ കുട്ടികളിൽ കുറച്ച് പേർക്കൊക്കെ അത് കിട്ടാറുമുണ്ട്. എന്നാൽ എന്നെ സംബന്ധിച്ചുള്ള ഈ പരീക്ഷാനുഭവം വ്യത്യസ്തമായ ഒന്നാണ്. ഞാൻ 2010-11 കാലഘട്ടത്തിൽ കേരളത്തിലെ എറണാകുളം ജില്ലയിലെ പ്രസിദ്ധമായ ഒരു സർക്കാർ വിദ്യാലയത്തിൽ അധ്യാപകനായിരിക്കുമ്പോൾ ആ വിദ്യാലയത്തിലെ എൻ്റെ സുഹൃത്തുക്കളായിരുന്ന അധ്യാപകരുടെയും പ്രധാന അധ്യാപികയുടെയും PTA-യുടെയും മറ്റും സഹായത്തോടെ, സഹകരണത്തോടെ, എൻ്റെ സുഹൃത്ത് അധ്യാപകൻ്റെ പിന്തുണയോടെ ഏതാണ്ട് ജൂൺ മാസം മുതൽ ജൂൺ 4-5 മാസക്കാലം അവിടുത്തെ 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് നമ്മൾ പരിശീലന ക്ലാസ്സുകൾ സംഘടിപ്പിക്കുകയുണ്ടായി. 68ഓളം കുട്ടികൾ ആ പരിശീലന ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ നിന്നും അന്ന് ജോയിൻ ചെയ്തിരുന്നു. അങ്ങനെ പരിശീലനം കഴിഞ്ഞ് പരീക്ഷ എഴുതി റിസൾട്ട് വന്നപ്പോൾ വളരെ ആശ്ചര്യപ്പെടുന്ന റിസൾട്ടായിരുന്നു നമുക്ക് കിട്ടിയത്. 68 കുട്ടികൾ എഴുതിയതിൽ നിന്നും 52 കുട്ടികൾക്കാണ് സ്കോളർഷിപ്പ് കിട്ടിയെന്നുള്ളതാണ് രക്ഷിതാക്കൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ കുട്ടികൾ 7, 8, 9, 10 ഏത് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാവട്ടെ, 7 പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ അവന് ഇത് തയ്യാറായാൽ അടുത്ത വർഷം അവന് ഈസി ആയിട്ട് പരീക്ഷ എഴുതാൻ പറ്റും. കുട്ടിക്ക് 8ലെ കുട്ടിയാണെങ്കിൽ ഈ വർഷം തന്നെ പരീക്ഷ എഴുതാൻ പറ്റും. 9ലെ കുട്ടികൾക്കാണെങ്കിൽ അടുത്ത വർഷം, ഈ വർഷം പഠിച്ചാൽ അടുത്ത വർഷം അവർക്ക് 10ാം ക്ലാസ്സിൽ എഴുതാൻ പറ്റും NTS ആയിട്ട്. ഏത് വർഷക്കാർക്ക് പഠിച്ചു 10ാം ക്ലാസ്സുകാരന് പഠിക്കുകയാണെങ്കിൽ അവന് ഈ വർഷം തന്നെ എഴുതാൻ പറ്റും. അപ്പോൾ 7, 8, 9, 10 ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് ഇത് ഗുണപ്രദമായ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പം അതുകൊണ്ട് രക്ഷിതാക്കൾ, ഇത് കേൾക്കുന്ന രക്ഷിതാക്കൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കുട്ടികളെ ഈ പരീക്ഷ എഴുതാനായിട്ട് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളതാണ്. ഈ ക്ലാസ് കേൾപ്പിക്കുക, വ്യവസ്ഥാപിതമായി അവരെ കൊണ്ടത് എഴുതി ഒപ്പിക്കുക, നോട്ടുണ്ടാക്കിപ്പിക്കുക, അതങ്ങനെ അവരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. ഇത് കേൾക്കുന്ന PTA, MPTA ഭാരവാഹികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ സ്കൂളിലും ചുറ്റുവട്ടങ്ങളിലും ഈ ക്ലാസ് കേൾപ്പിക്കുന്നതിനുള്ള സംവിധാനം നിങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളതാണ്. പിന്നെ അതുകൂടാതെ ഗ്രന്ഥശാലകൾ, വായനശാലകൾക്കും ചെയ്യാവുന്നത് അവരുടെ വായനശാലകളിലും ഇത്തരത്തിലുള്ള പൊതു ക്ലാസ്സുകൾ അവർക്ക് സംഘടിപ്പിച്ച് നാട്ടിലെ കുട്ടികൾക്ക് ഗുണപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. എൻ്റെ സഹപ്രവർത്തകരായ അധ്യാപകരോട് എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ ഫ്രീ പീരീഡുകളിൽ നമുക്ക് അവൈലബിളായ IT ലാബും കമ്പ്യൂട്ടറും സംവിധാനങ്ങളും ഇൻ്റർനെറ്റൊക്കെ ഉപയോഗിച്ച് ഇതൊന്ന് TV-യിൽ കണക്ട് ചെയ്ത് കൊടുത്താൽ കുട്ടികൾക്ക് അതിൻ്റെ ഗുണമുണ്ടാകും. അപ്പോൾ ഞാനിത് പറയുന്നത് നാട്ടിൽ ഇത്തരത്തിലുള്ള പരിശീലനങ്ങൾ നടക്കുന്നില്ല എന്ന അടിസ്ഥാനത്തിലല്ല, നടക്കുന്നുണ്ട്. വ്യവസ്ഥാപിതമായി നടക്കുന്ന സ്കൂളുകളുണ്ട്, ഗ്രന്ഥശാലകളുണ്ട്, സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും നടത്താൻ കഴിയാത്ത, എത്തിപ്പെടാത്ത മേഖലകളിലുള്ള ആളുകൾക്ക് ഗുണം ചെയ്യട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ശ്രമം നടത്തുന്നത്. ഞാനപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് അരമണിക്കൂർ ദൈർഘ്യമുള്ള ക്ലാസ്സുകളാണ് ഞാൻ ഇതിലൂടെ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാറ്റ് പരീക്ഷയുടെ ക്ലാസ്സുകളാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. കാരണം മാറ്റ് പരീക്ഷയാണ് എല്ലാവർക്കും, മാറ്റ് എന്ന് പറഞ്ഞാൽ മെൻ്റൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അതാണ് എല്ലാവർക്കും ബുദ്ധിമുട്ടായിട്ട് പറയുന്നത്. സാറ്റ് പരീക്ഷ എന്ന് പറയുന്നത് എളുപ്പമാണ്. അവരുടെ ഓണപരീക്ഷ വരെ പഠിച്ച സോഷ്യൽ സയൻസ്, മാത്സ്, സോഷ്യൽ സയൻസിൽ നിന്ന് 35 മാർക്ക്, സയൻസിൽ നിന്ന് 35 മാർക്ക്, മാത്സിന് 20 മാർക്ക്, അത് അവർക്ക് എന്തായാലും ക്വാളിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ മാറ്റ് പാസ്സാവാതെ സാറ്റ് ഇവാലുവേറ്റ് ചെയ്യില്ല, അതാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് മാറ്റ് പരീക്ഷയാണ് നമ്മൾ പ്രഥമ പരിഗണന നൽകി കുട്ടികളെ പരിശീലിപ്പിക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് അരമണിക്കൂർ ദൈർഘ്യമുള്ള മാറ്റ് ക്ലാസ്സുകളാണ്. മാറ്റിൻ്റെ എല്ലാ ചോദ്യങ്ങളെയും പരാമർശിക്കുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ അരമണിക്കൂർ ദൈർഘ്യമുള്ള ക്ലാസ്സുകൾ നിങ്ങളുടെ കുട്ടികളെ കേൾപ്പിക്കാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങളുടെ കുട്ടിയും ഈ സ്കോളർഷിപ്പ് നേടാൻ യോഗ്യനാകും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അധികം പറഞ്ഞ് സമയം കളയുന്നില്ല, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. മെൻ്റൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ 1ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പരീക്ഷയിൽ 2 സെറ്റ് പരീക്ഷകളാണുള്ളത്. മാറ്റും സാറ്റും ഒരേ ദിവസം തന്നെ രാവിലെയും ഉച്ചയ്ക്കുമായിട്ടാണ് നടക്കുന്നത്. മാറ്റ് എന്ന് പറഞ്ഞാൽ മെൻ്റൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, സാറ്റ് എന്ന് പറഞ്ഞാൽ സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. എന്ന് പറഞ്ഞാൽ മെൻ്റൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ 90 ചോദ്യങ്ങളുള്ള ഒരു ചോദ്യപേപ്പർ. നമ്മുടെ യുക്തിയെ പരീക്ഷിക്കുന്ന കുറേ ചോദ്യങ്ങളും ഒരു ചോദ്യത്തിന് 1 മിനിറ്റ് വെച്ച് 1 മാർക്ക് എന്ന കണക്കിലാണ് വരുന്നത്. സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡിനും അങ്ങനെ തന്നെ. സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് വരുന്നതും 90 മാർക്ക്, 90 ചോദ്യങ്ങൾ. അതിൽ 35 മാർക്കിൻ്റെ ചോദ്യങ്ങൾ
സോഷ്യൽ സയൻസിൽ നിന്നും, 35 മാർക്കിന് ചോദ്യങ്ങൾ നിങ്ങളുടെ സയൻസിൽ നിന്നും, 20 മാർക്കിന് ചോദ്യങ്ങൾ മാത്സിൽ നിന്നാണ് വരുന്നത്. മനസ്സിലായോ? ഇവിടെ വരുന്ന 90 ഇത്തരത്തിലുള്ള യുക്തിക്ക് നിരക്കുന്നത്, അതായത് നമ്പർ മിസ്സിങ്, സംഖ്യകളുടെ മിസ്സിങ്, പിന്നെ മറ്റേ വെൻ ഡയഗ്രം, പിന്നെ ക്യൂബുകളുടെ നമ്പറുകൾ, പിന്നെ ചില ഓർഡറുകൾ, അങ്ങനെയുള്ള കുറെ ഒരു 10-24 വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങളാണ് കോഡുകളിലുള്ളത്. ഓരോ സെറ്റിൽ നിന്നും 5-6 ചോദ്യങ്ങൾ വെച്ചുണ്ടാകും, ഓരോ ടൈപ്പ് ചോദ്യങ്ങൾ. അപ്പോൾ ഒന്ന് മനസ്സിലാക്കി പഠിച്ചാൽ നമുക്ക് കിട്ടാവുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ. എന്തായാലും ഞാൻ കുറച്ച് ചോദ്യങ്ങൾ, ഇന്നത്തെ ചോദ്യം നമുക്ക് നോക്കാം. സെഷൻ 1 വെർബൽ സീരീസ്, സംഖ്യകളുടെ ശ്രേണിയാണ് നമ്മളോട് കൊടുത്തിട്ടുള്ളത്. ഈ ശ്രേണികളിൽ നിന്നും മിസ്സായ സംഖ്യകളെ കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. മനസ്സിലാക്കാം. അപ്പൊ മിസ്സായ സംഖ്യകൾ നമ്മൾ കണ്ടെത്തുന്നതാണ്. എല്ലാവരും ഈ ചോദ്യം നിങ്ങൾക്ക് ഒരു പുതിയ വൃത്തിയുള്ള നോട്ട്ബുക്കിലാണ് എഴുതേണ്ടത്. ആ നോട്ട്ബുക്ക് എടുത്തിട്ട് ഈ ചോദ്യങ്ങൾ ഒന്നൊന്നായിട്ട് പോകാത്തണ്ട ഒരെണ്ണം എഴുതിയാൽ മതി. കാരണം ഒരെണ്ണം എഴുതി അതിന്റെ ക്രിയ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു വരയിട്ടതിന് ശേഷമാണ് അടുത്ത ചോദ്യം എഴുതാവൂ. അപ്പൊ ഒന്നിച്ച് എഴുതേണ്ട ഒരു ചോദ്യം ആദ്യത്തെ എഴുതിയെടുക്കുക. ഏതാണ് ചോദ്യം? വായിച്ചോ, എഴുതിക്കോ. 7, 8, 10, 13, 17, 22. ചോദ്യം എഴുതി വെക്കുക. വിട്ടുപോയ സംഖ്യയെ കണ്ടെത്തുക. ചോദ്യം 7, 8, 10, 13, 17, 22. ഇത് വളരെ സിമ്പിൾ ആണ്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ സംഖ്യകൾ തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്ന് നോക്കുക എന്നാണ് നോക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഇവ തമ്മിൽ ഏതെങ്കിലും നമ്പറിന്റെ വ്യത്യാസമോ ഏതെങ്കിലും നമ്പർ കൂട്ടുമ്പോൾ കറക്റ്റ് ആകുമോ നോക്കണം. നമുക്ക് നോക്കാം. 7, 8, 10, 12, 13, 17, 22. നോക്കുമ്പോൾ നമുക്കറിയാം 7ന്റെ കൂടെ നമുക്ക് സിമ്പിൾ ആയിട്ട് കൂട്ടിയാൽ 7ന്റെ കൂടെ 1 ആഡ് ചെയ്താൽ 8 കിട്ടും. 7 + 1 8 അല്ലേ? അപ്പൊ ഞാൻ വിചാരിച്ചു 1 ആയിരിക്കും ആഡ് ചെയ്യുന്നത്. ഞാൻ അടുത്തത് ആഡ് ചെയ്തു. ഞാൻ എന്ത് ചെയ്തു? 8 + 1 9. അപ്പൊ 9 അല്ല, ഇവിടെ 10. അപ്പൊ 1 അല്ല ആഡ് ചെയ്യേണ്ടത്. മനസ്സിലായി? എത്ര ആഡ് ചെയ്യേണ്ടത്? 2 ആണ് ആഡ് ചെയ്യേണ്ടത്. മനസ്സിലായി കേട്ടോ? 8 + 2 10. അപ്പൊ 1, 2. അപ്പൊ 1 വർദ്ധിപ്പിച്ച് ഇൻക്രീസിംഗ് മോഡൽ ഓരോന്ന് കൂടി വന്നാൽ നിർത്തും. 8 + 2 10. ഇനി കൂടെ എഴുതി നോക്കാം. 10 + 2 അല്ലല്ലോ, 1, 2, 3 ആഡ് ചെയ്യേണ്ടത്. 13. കറക്റ്റാ. 1, 2 അല്ലേ? പിന്നെ അത് നോക്കുക. 13 + 3 അല്ല, 4 ആഡ് ചെയ്യണം. 17. കറക്റ്റാ. 13, 17 കറക്റ്റാ അല്ലേ? ഇനി 17 + 4 കഴിഞ്ഞു 5, 22. കിട്ടിയിട്ടുണ്ടല്ലോ. ഇനി 22ന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം? 5 അല്ലല്ലോ, 6, 28. നമ്മുടെ ഉത്തരം 28 ആണ്. ഇവിടെ നിങ്ങൾക്ക് 4 ഓപ്ഷൻ കൂടെ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. A, B, C, D 4 ഉത്തരങ്ങളുണ്ടോ? അതിലൊരു ഉത്തരം കറക്റ്റ് ആയിട്ട് കാണും അവിടെ. നിങ്ങൾ ആ കാര്യത്തിൽ പഠിക്കേണ്ട കറക്റ്റ് ഉത്തരം ആൽഫബറ്റ്സ് ഏതാണോ എങ്കിൽ ആൽഫബറ്റ്സ് ഷെയ്ഡ് ചെയ്യുക, ബബിൾ ഷെയ്ഡ് ചെയ്യലാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ രീതിക്ക് ഞാൻ പിന്നീട് പറഞ്ഞുതരാം എന്താന്നുള്ളത്. അപ്പൊ ശരി ഉത്തരം കണ്ടു വെക്കുക. ഇനി നമുക്ക് അടുത്ത നമ്പർ വേണമെങ്കിൽ എഴുതാം. എത്രയായിരിക്കും പറയാൻ പറ്റുമോ? 28. 6 ആഡ് ചെയ്തു. ഇനി എത്ര ചെയ്യേണ്ടത്? 1, 2, 3, 4, 5, 6. ഇനി നമ്മൾ ആഡ് ചെയ്യണം? 7 ആഡ് ചെയ്യണം. 35. ഇനി 35 + 8. ഇങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. 35 കിട്ടും, 43. ഇങ്ങനെയാണ് സംഖ്യാശ്രേണി പോകുന്നത്. അപ്പൊ നമുക്ക് കിട്ടിയ ഉത്തരം കിട്ടി 28. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ആദ്യത്തത് കണ്ടുപിടിച്ചു. എന്തൊരു എളുപ്പം ആലോചിച്ച് നോക്കി അല്ലേ? ഇതാണ് ഒന്നാമത്തെ ചോദ്യത്തിന്റെ രീതി. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. അപ്പൊ ഇത് എഴുതി കഴിഞ്ഞ ആൾക്കാർ ബുക്കിൽ ഒരു വരയിട്ട് ഇങ്ങനെ നോക്കാം. ഇത്രയും സ്റ്റെപ്പ് എഴുതിയിരിക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാകാം എന്താ ചെയ്തെന്നുള്ളത്. അങ്ങനെ നമ്മൾ എഴുതി ചെയ്യേണ്ടത്, നോക്കിയല്ല ചെയ്യേണ്ടത്. പെൻസിൽ കൊണ്ടോ പരീക്ഷ പേപ്പറിലും പേന കൊണ്ട് നിങ്ങളുടെ ഉത്തര പേപ്പറിലും നോട്ട്ബുക്കിൽ എഴുതി പഠിക്കണം നമ്മൾ എടുത്ത്. അപ്പോൾ അതുകൊണ്ട് വലിയൊരു ബുക്ക് എല്ലാവരും വാങ്ങണം. വലിയ ഒരു ബുക്ക്, റെക്കോർഡ് ബുക്ക് പോലത്തെ വലിയ ബുക്കാണെങ്കിൽ നല്ലതായിരിക്കും. നല്ല വൃത്തിയുള്ള പേജുള്ള മാർജിനുള്ള ബുക്കാണ് വേണ്ടത്. ആ ബുക്ക് നിറയെ നമുക്ക് എഴുതാനുണ്ടാവും ഈ ക്ലാസ് കഴിയുമ്പോഴേക്കും. ഇന്നല്ല, വരും ദിവസങ്ങളായിട്ട്. അപ്പൊ ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത് മനസ്സിലായല്ലോ. 3, 4, 8, 17, 23. ഇതാണ് സംഖ്യകൾ. അവസാനത്തെ സംഖ്യ മിസ്സിംഗ് ആണ്. എന്തെങ്കിലും ബന്ധം ഈ സംഖ്യകൾ തമ്മിലുണ്ടോ നോക്കിയേ. തമ്മിൽ ഇവിടെ നമുക്ക് പറയാം 1 ആഡ് ചെയ്തപ്പോ നമുക്ക് കിട്ടി. പക്ഷെ ഇവിടെ നമുക്ക് 4 ആണ് ആഡ് ചെയ്തത്. +4 ആഡ് ചെയ്യണം. ഇങ്ങനെ എഴുതാൻ നോക്കണമെങ്കിൽ ഇവിടെ നമുക്ക് എത്ര ആഡ് ചെയ്യണം നോക്കി? 17 കിട്ടാനാണെങ്കിൽ 8 തൊട്ട് 9 ആഡ് ചെയ്യണം അല്ലെ? 9ന്റെ വ്യത്യാസം മാത്രം. ഇപ്പുറത്ത് വന്നപ്പോഴോ 16ന്റെ വ്യത്യാസം ഇല്ല. നോക്കിയേ, 16, 17, 33 അല്ലെ? 3, 1, 4, 4, 4, 8, 8, 9, 17, 16, 17, 33. അങ്ങനെയാ പോകുന്നത്. പക്ഷെ നമുക്ക് അടുത്ത നമ്പർ എത്രയാണെന്ന് പറയാൻ പറ്റുമോ? ചിലർക്ക് മനസ്സിലായി കാണും അതിന്റെ ലോജിക്ക് എന്താണ് അല്ലേ? ഇത് ചില റൂട്ടുകളാണ്. നോക്കിയേ, 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ, 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 + 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 + 1 = 4. അടുത്ത് നോക്കിയേ, 4
4 പ്ലസ് 2 സ്ക്വയർ ഈക്വൽ ടു 4 പ്ലസ് 2 സ്ക്വയർ എത്രയാ 4 8 കേട്ടോ. അടുത്തത് 8, അടുത്ത നമ്മൾ 8 എഴുതുന്നത് 8 പ്ലസ് 3 സ്ക്വയർ 3 സ്ക്വയർ എത്രയാ 8 പ്ലസ് 3 സ്ക്വയർ 9 8 9 17 കറക്റ്റാ. അടുത്ത എത്രയായിരിക്കും വരിക 17 പ്ലസ് നമ്മൾ എഴുതി 1 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ അടുത്ത എത്രയാ 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 17 പ്ലസ് 4 സ്ക്വയർ 16 സമം 17 16 33 കേട്ടോ. ഇങ്ങനെ നമ്മൾ അവിടെ കണ്ടുപിടിച്ചു. അപ്പൊ എന്താ നോക്കിയാൽ ലോജിക്ക് നോക്കി നമ്മളിന്റെ വ്യത്യാസം കണ്ടുപിടിച്ചു നമുക്ക് ഒരു ഐഡിയ കൊടുത്താൽ കിട്ടി ഇത് സ്ക്വയറുകളാണെന്ന് കേട്ടോ. ഒന്നിന്റെ സ്ക്വയർ ആണ്, 2ന്റെ സ്ക്വയർ ആണ്, 3ന്റെ സ്ക്വയർ ആണ്, 4ന്റെ സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് ഇനി പറയാം ഇവിടെ വരാൻ പോകുന്നത് 5ന്റെ സ്ക്വയറും ഇതും കൂടെ ആഡ് ചെയ്തായിരിക്കും അല്ലേ. എന്ത് ഈസിയാന്ന് ആലോചിച്ച് നോക്കി. അപ്പോ 31 കിട്ടി. ഇനി നമുക്ക് വരാൻ പോകുന്നത് 33 പ്ലസ് 5 സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാ 33 പ്ലസ് 5 സ്ക്വയർ എത്രയാ 5 × 5 25. അപ്പൊ എത്രയാ ആൻസർ നോക്കിയേ 30 20 50 58 കേട്ടോ 58. സിമ്പിളായിട്ട് ആൻസർ ഇട്ടില്ല നോക്കി. ഇനി നമുക്ക് അടുത്തതും പറയാം. അടുത്ത സംഖ്യ എത്രയായിരിക്കും പറയാൻ എത്രയാന്ന് ഈ 58ന്റെ കൂടെ 58 പ്ലസ് 5 സ്ക്വയർ എഴുതിയതാ 6 സ്ക്വയർ ആണ് അടുത്ത സംഖ്യ. ഇങ്ങനെ ഇത് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒന്ന് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് അടുത്ത പിടിക്കാനുള്ള ഉഷാറുണ്ടാവും. 58 പ്ലസ് 36 ആണ് അടുത്ത സംഖ്യ. ഇങ്ങനെ അത് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമുക്ക് കിട്ടാനുള്ള ആൻസർ കിട്ടി അവിടെ ചുമ നിർത്തി. ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്. എത്ര ഈസിയാന്ന് ആലോചിച്ച് നോക്കി. ആദ്യം വ്യത്യാസം കണ്ടുപിടിച്ചു എന്നിട്ട് വ്യത്യാസത്തെ കണ്ടുപിടിക്കുകയാണ്. 1 നടക്കട്ടെ 2 4 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ ആണ്. ഇതെല്ലാം സ്ക്വയറുകളാണല്ലോ സ്ക്വയറുകളാണ്. അപ്പോൾ എളുപ്പത്തിൽ കിട്ടി. അപ്പൊ ഇത്രയും പേര് 2 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം മൂന്നാമത്തത് കറക്റ്റ് ആയിരിക്കും. ഇങ്ങനെ നമുക്ക് ഈ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ ഇങ്ങനെ എഴുതരുത്. താഴത്തേക്ക് എഴുതുന്നത് നിങ്ങൾ. ഞാൻ സ്ഥലമില്ലാത്ത എഴുതിയാണ്. ഓരോ ലൈനും ഓരോന്ന് പറഞ്ഞാൽ താഴത്തേക്ക് എഴുതണം കേട്ടോ. ഇങ്ങനെ ഒപ്പം എഴുതി വെക്കരുത്. ഞാൻ സ്ഥലം കുറവായതുകൊണ്ട് എഴുതിയാൽ നിങ്ങൾ കീബോർഡാണ് എഴുതേണ്ടത്. സ്ഥലം കുറച്ച് പോയിക്കോട്ടെ. അപ്പോൾ നമുക്കത് കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് വർക്കൗട്ട് ആവും. മൂന്നാമത്തെ ചോദ്യം നോക്കുക. 11 22 44 77 121 ഇങ്ങനെ എടുക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം ഈ സംഖ്യകളുടെ ഒരു ബന്ധം കണ്ടുപിടിക്കാൻ വല്ല വ്യത്യാസം പറ്റുമോ നോക്കാം. നോക്കിയേ ഈ സംഖ്യയിൽ നമ്മളൊരു വ്യത്യാസം ഉണ്ട്. സൂക്ഷിച്ചു നോക്കി അറിയാം ഇല്ലേ. 11 ഇവിടെ 11 ആഡ് ചെയ്തപ്പോഴാണ് കിട്ടിയത്. 11ന്റെ വ്യത്യാസമുണ്ട്. 11 11 22 പിന്നെ 22ന്റെ കൂടെ നോക്കി 22 കൂടെ ആഡ് ചെയ്താൽ 44 കിട്ടും. അപ്പൊ ഒന്നല്ലെങ്കിൽ ഈ സംഖ്യ ഇരട്ടിച്ച് പോകുന്നു, അല്ലെങ്കിൽ ഈ സംഖ്യ 11 വെച്ച് കൂടുന്നു. രണ്ടും സാധ്യതയുണ്ട്. നമുക്ക് ഇനി അടുത്ത സംഖ്യക്ക് അനുസരിച്ച് വിധിക്കാൻ പറ്റുള്ളൂ. 11 തന്നെയാണ് കൂടുന്നത് ഉള്ളൂ എന്ന് നോക്കണം. അതോ വരുന്ന നമ്പർ ഇവിടെ നമുക്ക് രണ്ടും പറയാം. 11 കൂടിയപ്പോൾ 22 ആയി എന്ന് പറയാം. 11ന്റെ ഇരട്ടി 22 എന്ന് പറയാം. രണ്ടും പറയാം. അടുത്ത നമുക്ക് പ്രവചിക്കുന്നതിന് മുമ്പ് തീരുമാനിക്കണം ഇവിടെ വരുന്നത് 33 ആണോ അതോ 44 ആണോ എന്ന് ചെയ്യണം. 44 ആണെങ്കിൽ അതിന്റെ അർത്ഥം ആ സംഖ്യ ഇരട്ടിക്കാണ് ചെയ്തിട്ടുള്ളത്. 22ന്റെ ഇരട്ടിയാണ് 44. അതാട്ടെ കറക്റ്റാ. അപ്പൊ 33 അല്ല. അപ്പൊ നമ്മൾ പറയുന്നത് എന്താ ഈ 22ന്റെ കൂടെ 22 കൂട്ടി ഇപ്പോൾ നമുക്ക് 44 കിട്ടി. കറക്റ്റ്. ഇനി നമുക്ക് പറയാൻ വന്നില്ല 44. അപ്പൊ 11ന്റെ കൂടെ 11 കൂട്ടി 22ന്റെ കൂടെ 22 കൂട്ടി. അപ്പൊ അങ്ങനെയാണ് നമ്മൾ അടുത്തത് എന്ത് കൂട്ടണം 44ന്റെ കൂടെ 44 ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് എത്ര കിട്ടണം 88 കിട്ടണം. പക്ഷേ ഇവിടെ 88 ഇല്ല 77 ഉള്ളൂ. അപ്പൊ സംഖ്യ ഇരട്ടിക്കുന്നില്ല അല്ലെ. സംഖ്യ ഇരട്ടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടേണ്ടത് ഉത്തരം എന്തായിരുന്നു 88 ആയിരുന്നു. അവിടെ ഡബിൾ ആകുന്നില്ല. അപ്പൊ മറിച്ച് എന്താ ആകുന്നുള്ളൂ 11 വീതം വർദ്ധിക്കുന്നുള്ളൂ. 11 വീതമാണ് വർദ്ധിക്കുന്നത്. എന്താകുന്നില്ല ഇവിടെ വന്നപ്പോൾ സംഖ്യ ഇരട്ടിച്ചില്ല. ഇരട്ടിച്ചാൽ 44 ആയനെ. അപ്പൊ 88 ആയനെ. 88 ആണെങ്കിൽ ഓക്കെ പറഞ്ഞത്. അപ്പൊ 88 അല്ല 77 ആയപ്പോൾ നമുക്ക് പറയാം 77 44 നമ്മളുടെ വ്യത്യാസം 33 ആണ്. അപ്പൊ നമ്മൾ പറയുന്നു എന്തല്ല 43 അല്ല തമ്മിലുള്ള വ്യത്യാസം 44 അല്ല വ്യത്യാസം 33. നോക്കിയേ 11 വീതം ഓരോ ഘട്ടങ്ങളും വർദ്ധിക്കുന്നു. ഇവിടെ നിന്ന് 11 കൂടി ഇവിടെയും 11 കൂടി. അപ്പൊ ഇനി അടുത്ത ഘട്ടത്തിലും 11 കൂടാവൂ. അടുത്ത ഘട്ടത്തിലും 11 കൂടാവൂ. കാരണം 11ന്റെ വർധനവുള്ളൂ, സംഖ്യ ഇരട്ടിക്കുന്നില്ല. മനസ്സിലായോ? അപ്പൊ നോക്കുക. അങ്ങനെയാണ് നമുക്ക് കണക്കൂട്ടി നോക്കാലോ. 77 43 77. ഇവിടുന്ന് അപ്പൊ എത്ര ഒരു 13 33 13 കൂട്ടുക 44 11 22 33 44 ആഡ് ചെയ്ത് നോക്കിയേ 44 33 77 77 44 121 കറക്റ്റ് ആണ്. അപ്പോ വീണ്ടും 11 വർദ്ധിക്കുന്നു. 11 വർദ്ധിക്കുന്നുള്ളൂ തുടർച്ചയായിട്ട്. അപ്പൊ ഇവിടുത്തെ സംഖ്യ എത്രയായിരിക്കും അടുത്ത് വരാൻ പോകുന്നത് 55 ആയിരിക്കും.
കാരണം 11, 22, 33, 44, 55 ഈ വർധനവിൽ ആനുപാതികമായി ഒരേ അളവിൽ അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുക ചെയ്യുന്നത് 55 അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? 74, 77, 44 ആഡ് ചെയ്യുമ്പോൾ 121 കിട്ടിയെങ്കിൽ 121ഉം 55ഉം ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും എത്രയാ 176. നമുക്ക് ആൻസർ കിട്ടി 176 ആൻസർ കിട്ടി. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അടുത്ത സംഖ്യ എത്രയായിരിക്കും പോകുന്നത്? 66 ആയിരിക്കും. അതായത് അടുത്ത സംഖ്യ എഴുതണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം 176 + 66. കാരണം 55 + 11 66 ആണ് അല്ലേ? നോക്കി അതല്ലേ? 11 + 11 22, 22 + 11 33, 33 + 11 44, 44 + 11 55, 55 + 11 55 + 11 66. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്പർ. അതിന്റെ ആവശ്യമില്ല, ഞാൻ പറഞ്ഞതേ നമുക്ക് നമ്മുടെ ആൻസർ കിട്ടി 176 കിട്ടി. അപ്പൊ ഇങ്ങനെ നമ്മൾ ആദ്യം നോക്കി ഇരട്ടിപ്പിച്ച് നോക്കി, ശരിയായില്ല. അപ്പൊ ഇത് നമ്മളിപ്പോ നമ്മൾ വിചാരിക്കും എത്ര സമയം എടുത്തുന്ന, പക്ഷെ നമ്മൾ കുറച്ച് പ്രാക്ടീസ് ആകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ കിട്ടും ഈ നമ്പറുകൾ. ഇങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചു മൂന്നാമത്തെ. ക്ലിയർ ആയോ അല്ലേ? ഇനി നമുക്ക് നാലാമത്തെ സംഖ്യയിലേക്ക് പോകാം. അപ്പൊ ഇത് താഴത്തേക്കായിട്ട് എഴുതാവുള്ളൂ. ഒറ്റൊന്നു പോലും ഇങ്ങനെ ഇതൊക്കെ എഴുതിക്കോ എന്ന് വെച്ചാൽ കൂട്ടി എഴുതുന്ന സംഖ്യകൾ ഇടുന്നുണ്ടെങ്കിൽ എല്ലാം താഴത്തേക്ക് നിങ്ങൾ എഴുതി പോകണം. കറക്റ്റ് ചെയ്ത ആൻസർ നമ്മൾ ഇതുപോലെ വട്ടത്തിൽ ഒരു റെഡ് പെൻ കൊണ്ട് വട്ടത്തിലിട്ട് വയ്ക്കുക. എഴുതുന്ന പേന കൊണ്ട് വട്ടത്തിലിടരുത്, വേറൊരു കളർ കൊണ്ട് വട്ടത്തിലിടുകയും ഹൈലൈറ്റ് ചെയ്യുകയും ചെയ്യാം. കിട്ടിയ ആൻസർ അടുത്ത നോക്കാം. 10, 21, 43, 87, 175 ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സംഖ്യ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബന്ധം കണ്ടുപിടിക്കാൻ നോക്കാം. 10ഉം 21 തമ്മിൽ വ്യത്യാസം 11. വീണ്ടും 11 വരുന്നേ അല്ലേ? അടുത്ത നോക്കി രണ്ടും വ്യത്യാസത്തിൽ നോക്കിയേ. 22ഉം 43 വ്യത്യാസം എത്രയാ? 22. ആഹാ, കൊള്ളാലോ. ഇപ്പൊ നമ്മൾ ചെയ്തതിന് തുടർച്ചകൾ 11, 22. അടുത്ത നോക്കിയേ. നമുക്ക് രണ്ട് സാധ്യത പറയാം. 11, 22 ആണെങ്കിൽ ഒന്നല്ലെങ്കിൽ 33 ആയിരിക്കും, അല്ലെങ്കിൽ 44 ആയിരിക്കും. എന്താ അങ്ങനെ പറയാൻ കാരണം? 11 വർദ്ധിക്കുന്നത്, വർദ്ധിക്കുന്നുള്ളോ തുടർച്ചയായിട്ട്, അതോ ഇരട്ടിക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയേണ്ടത്. അപ്പൊ ഇവിടെ ഇരട്ടിച്ചിട്ടുണ്ടോ നോക്കിയാൽ 33 11 വർദ്ധിക്കുന്നത് 33 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂട്ടിയതിലേക്ക് കിട്ടും 10ഉം 11ഉം 21 ഇങ്ങനെ കൂട്ടാം. 11 21ഉം 22 43 ഇങ്ങനെ കൂട്ടാം. കറക്റ്റ്. അപ്പൊ ഇത് ഇങ്ങനെ കൂട്ടാം. 43ഉം 33ഉം 76 അല്ല, 76 അല്ല. 76 ആണെങ്കിൽ നമുക്ക് പറയാമായിരുന്നു 11 വീതം വർദ്ധിക്കുന്നുള്ളൂ. ഇവിടെ പറഞ്ഞു വരുന്നു അല്ല, ഒരിക്കലും അടുത്തടുത്ത സംഖ്യ ചോദ്യങ്ങളിൽ ഒരേ മെത്തേഡ് ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് പറയാം 33 അല്ല, 44 എന്ന് പറഞ്ഞാൽ 22ന്റെ ഇരട്ടിയാണ്. ഇത് ഡബിൾ ആവുകയോ ചെയ്തത്. ഇവിടെ സംഖ്യ ഇരട്ടിയായി. 22ന്റെ ഇരട്ടി 44 വെച്ചു. ഇപ്പൊ നോക്കിയേ, കൂട്ടി നോക്കിയേ, അടി നോക്കിയേ. 44ഉം 43ഉം 87. കറക്റ്റ്. അപ്പോ 11 കൂടി അതിന്റെ ഇരട്ടിയായി. വീണ്ടും ഇരട്ടി ചെയ്യുന്നത് മൾട്ടിപ്പിൾസ് വരുന്നത് 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ പോകുന്നത്. 11 × 2 20. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ എഴുതാം. 11 × 2 22. പിന്നെ 11 × 1 11. 11 × 2 22. 22 2 44. ഇനി 44 2 88. 44 2 88 ആണ് അടുത്ത സംഖ്യ വരുന്നത്. നോക്കാം. 88ഉം 87ഉം ഇത് 87 അല്ലേ? 88 87 കൂടെ അടി 175 കിട്ടുന്നുണ്ടോ നോക്കിയാൽ 170 കിട്ടുന്നു നോക്കിയേ. 8 16, 8 15, 17 8 15 ഇഷ്ടമാണ്. 8 16 ഒന്നും 17. കറക്റ്റാ. അപ്പൊ ഉത്തരം കറക്റ്റായി കേട്ടോ. അപ്പൊ ഇരട്ടിയായി, 88 പോയി. അങ്ങനെയാണെങ്കിൽ അടുത്തതിലായിരിക്കും 88 × 2 എത്രയാണ്? 176. 166 അല്ല, 176. 176 + 175. അപ്പൊ നമുക്ക് കിട്ടുന്ന ഉത്തരം 351. ഇതാണ് ഇതിന്റെ ഒരു യുക്തി. മറ്റൊരു വഴി കൂടി കണ്ടുപിടിക്കാം നമുക്ക്. ഈ പൊതുവായ സംഖ്യയെ ഒരു കോമൺ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 10 × 2 നമുക്ക് ഇങ്ങനെ എഴുതാം. 10 × 2 + 1 21. 21 × 2 + 1 43. അങ്ങനെ നമുക്ക് എഴുതിപ്പോ 43 × 2 + 1 86 + 1 87. പിന്നെ അടുത്ത നമുക്ക് എങ്ങനെ എഴുതാം? 87. നമുക്ക് അടുത്ത എങ്ങനെ എഴുതാം? 87 × 2 + 1 187 2 14 ശിഷ്ട 1 2 16 17 174 + 1 175. അങ്ങനെ നമുക്ക് ആ ഒരു രീതിയിലും ഈ ഉത്തരം കണ്ടുപിടിക്കാൻ ചെയ്യാം. ഇങ്ങനെയാണ് നമുക്ക് ഈ ഉത്തരത്തെ കണ്ടുപിടിക്കുന്ന യുക്തി. മനസ്സിലായോ? അപ്പൊ ഏത് യുക്തി വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഒറ്റ വ്യവസ്ഥയേ ഉള്ളൂ, ശരി ഉത്തരം കിട്ടണം മാത്രമേ. മനസ്സിലായോ? അപ്പോൾ ഇത് നമുക്ക് ഒരു ചോദ്യം കൂടി എഴുതിയിട്ട് ഇന്നത്തെ അവസാനിപ്പിക്കാം. ബാക്കിയുള്ള 5 ചോദ്യം നമുക്ക് നാളെ ചെയ്യാം. ഓക്കെ? കാരണം തുടക്കമായതുകൊണ്ട് പക്ഷേ നിങ്ങൾക്ക് കുറച്ച് കടുപ്പം തോന്നുന്നുണ്ടാവും സംഖ്യകളായിട്ടുള്ള നല്ല ആയതുകൊണ്ട്.
നോക്കുക, അടുത്ത കണക്കിലേക്ക് വരാം നമുക്ക്. 4, 5, 13, 40, 104 ഇതാണ് സംഖ്യകളുടെ രീതി. അപ്പോൾ നമുക്ക് ആദ്യം ഇതിന്റെ വ്യത്യാസം എഴുതി നോക്കാം, തമ്മിൽ കിട്ടുന്നത്. നോക്കുക, ഈ 4ഉം 5ഉം 4 നമ്മുടെ വ്യത്യാസം 1, 13ഉം 5ഉം നമ്മുടെ വ്യത്യാസം എത്രയാണെന്നറിയാമോ? 8, 8, 5, 13. 40ഉം 13ഉം നമ്മുടെ വ്യത്യാസം എത്രയാണെന്നറിയാമോ? 27, 27ഉം 13ഉം അല്ലെ? വ്യത്യാസം കണ്ടുപിടിക്കാൻ എളുപ്പം നമുക്ക് ആദ്യം. ഇത് എത്രയാണെന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. 104ഉം 40ഉം 64. ഈ സംഖ്യകൾ തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം നിങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. ഏതെങ്കിലത്തിന്റെയും ക്യൂബ് ആണോ നോക്കിയത്? ഈ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്ന നമ്പറുകൾ ആണല്ലോ. 1 എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം എത്രയാത്? 1 ക്യൂബാണ്. 8 എന്ന് പറഞ്ഞാൽ അത് 2 ക്യൂബാണ്. 27 എന്ന് പറഞ്ഞാൽ അത് 3 ക്യൂബാണ്. ഇത് 4 ക്യൂബാണ്. അങ്ങനെയാണെങ്കിൽ ഒന്നും സംശയിക്കേണ്ട, ഇങ്ങനെ ആയിരിക്കും പോവുക. 1 ക്യൂബ്, 2 ക്യൂബ്, 3 ക്യൂബ്, 4 ക്യൂബ്, 5 ക്യൂബ് അങ്ങനെ ആയിരിക്കും. കാരണം ഇതാണ് എന്റെ ബന്ധം. അപ്പൊ നമുക്ക് എഴുതി നോക്കാം. 1 ക്യൂബ് നമുക്ക് എഴുതി നോക്കാം. 4 പ്ലസ് 1 ക്യൂബ് സമയം എത്രയാ? 4 പ്ലസ് 1 സമം 5. കറക്റ്റ് ആയി അല്ലേ? അടുത്ത് നോക്കിയേ. 5 പ്ലസ് 2 ക്യൂബ്. 5 പ്ലസ് 2 ക്യൂബ്. 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാ? 2 ഇൻറ്റു 2 ഇൻറ്റു 2. 2 ഇൻറ്റു 2 ഇൻറ്റു 2. 2 2 4 2 8. 8 5 13. ശരിയാണല്ലോ? കറക്റ്റ് അല്ലേ? മൂന്നാമത്തെ എഴുതി നോക്കിയേ. 13 പ്ലസ് എത്ര ക്യൂബാ? 1 ക്യൂബ്, 2 ക്യൂബ്, 3 ക്യൂബ് സമം 13 പ്ലസ് 3 ക്യൂബ് എത്ര അറിയാമോ? 3 ഇൻറ്റു 3 ഇൻറ്റു 3 9 27. എത്ര നോക്കിയാൽ 30 40 ഉണ്ടല്ലോ. കറക്റ്റാ, സീരീസ് കറക്റ്റാ അല്ലെ? അടുത്തത് എത്ര നോക്കിയേ. 13 40. 40 പ്ലസ് 3 ക്യൂബിന്റെ മുകളിൽ വരുന്നത് 4 ക്യൂബ് സമം 40 പ്ലസ് 4 ക്യൂബ് എത്ര? 16 ഇൻറ്റു 3 64. 64 സമം 104. ഇത്ര നമുക്ക് തന്നിരിക്കുന്നതാ. അപ്പൊ നമുക്ക് കിട്ടിയ റൂട്ട് കിട്ടി. 1 ക്യൂബ്, 2 ക്യൂബ്, 3 ക്യൂബ്, 4 ക്യൂബ്. അങ്ങനെ നേരത്തെ ഉത്തരം നമുക്ക് നേരെ എഴുതാം. 104. നമ്മുടെ സംഖ്യ 104 അല്ലേ? അതിന്റെ മുകളിൽ എഴുതാം, സ്ഥലത്തുണ്ട്. 104 പ്ലസ് എത്ര ക്യൂബ് വരും? 40 104 ആണ്. എത്ര ക്യൂബ് വരും? 5 ക്യൂബ് വരും സമം 104 പ്ലസ് 5 ക്യൂബ് എത്രയാണെന്ന് അറിയാമോ? 25 ഇൻറ്റു 5 ആണ്. എന്ന് പറഞ്ഞാൽ മുളിച്ചു കണ്ടുപിടിക്കണം. 25 ഇൻറ്റു 5 എന്ന് പറഞ്ഞാൽ 1000 10 100 125 എന്ന് പറഞ്ഞാൽ 104 പ്ലസ് 125 സമം 229. നമ്മുടെ ഉത്തരങ്ങളൊക്കെ ഇങ്ങനെ വട്ടത്തിൽ വരുന്നത് കേട്ടോ. 229. ഇങ്ങനെ നിങ്ങൾ എഴുതി ഇത് കണ്ടുപിടിക്കണം. എഴുതിയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് കേട്ടോ. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ബാക്കിയുള്ള ചോദ്യങ്ങൾ ഞാൻ അടുത്ത ക്ലാസ്സുകളിൽ പഠിപ്പിച്ചു തരാം. എന്താ വെച്ചാൽ ആദ്യ ദിവസം ആയതുകൊണ്ട് അത് നമ്മൾ വല്ലാതെ സ്ട്രെയിൻ ചെയ്യരുത്. കുറച്ച് നമുക്ക് മനസ്സിനെ പാകപ്പെടുത്തി കൊണ്ടുവരാനുണ്ട്. മാത്രമല്ല ക്ലാസ് വേഗത്തിലാണോ സ്ലോവിലാണോ മനസ്സിലാവുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് കിട്ടുകയും ചെയ്യണം. അപ്പോൾ ഇത് നമ്മുടെ 1ാമത്തെ ക്ലാസ്സാണ്. നമ്മൾ ഓരോ ദിവസം ക്ലാസ്സിന് എണ്ണം പറയും. അപ്പോൾ ക്ലാസ് നഷ്ടപ്പെട്ട ആളുകൾക്ക് ആ ക്ലാസ് എഴുതാം. അപ്പോൾ ഇന്ന് നിങ്ങൾ ഡേറ്റ് ഇട്ട് എഴുതി വെക്കുക ക്ലാസ് 1 എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഒരാഴ്ചയിൽ പരമാവധി ക്ലാസ്സുകൾ തരാൻ ഞാൻ നോക്കാം. എന്തായാലും കിട്ടുന്ന ക്ലാസ്സുകൾ വൃത്തിയായിട്ട് പഠിച്ച് എഴുതി വെച്ച് തയ്യാറാക്കുക ഉത്തരങ്ങളും ചോദ്യങ്ങളൊക്കെ. ഓക്കെ, ഈ ചോദ്യം വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. വേറെ വല്ല വ്യക്തിനകത്ത് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ വീണ്ടും നമ്മൾ അടുത്ത ക്ലാസ്സുമായിട്ട് മറ്റൊരു ദിവസം കാണാം.